ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ലെറ്റ്സ് എക്സ്പ്ലോർ നൈനിറ്റാൾ ദിസ് ടൈം. ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു സ്ലീപ്പർ ബസ് എടുത്തിട്ടാണ് കാത്ഗോഡാമിൽ എത്തിയത്. അവിടുന്ന് നൈനിറ്റാളിലേക്കുള്ള ക്യാബും അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ടുഗെദർ ഇറ്റ് കോസ്റ്റഡ് ജസ്റ്റ് ലൈക്ക് 500 സംതിങ് പെർ പേഴ്സൺ. മോർണിംഗ് ആയപ്പോൾ നൈനിറ്റാൾ റീച്ചായി ആൻഡ് ദിസ് ഈസ് മൈ ഹോം ഫോർ ദ നെക്സ്റ്റ് 4 days. ഭയങ്കര ഭംഗിയുള്ളൊരു ലേക്ക് വ്യൂ പ്രോപ്പർട്ടിയിലാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ എത്തിയപ്പോൾ കുറച്ച് മഴയൊക്കെ കണ്ടപ്പോൾ ഒന്ന് അലമ്പാവുമോ എന്ന് വിചാരിച്ചു. ബട്ട് ദെൻ പിന്നീട് അതൊക്കെ മാറി ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്ത് എഴുന്നേറ്റ് ഫ്രഷായിട്ട് ഇന്ന് ടൗൺ ഒന്ന് ചുറ്റിക്കാണിലാണ് പരിപാടി. അപ്പോൾ ഫസ്റ്റ് ഞാൻ നൈനി ലേക്കിന് സൈഡിലുള്ള ഒരു പാർക്കിലാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ ദൈവം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൗണാണ് നൈനിറ്റാൾ. ഈ നൈനിറ്റാളിൻ്റെ ഒരു ഭാഗം മോളിത്താൾ എന്നും ഒരു ഭാഗം താളിത്താൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഒരു ലേക്കിന് ചുറ്റുമുള്ളൊരു ബ്യൂട്ടിഫുൾ ടൗൺ, മെസ്മറൈസിങ് വ്യൂസ്. ഉത്തരാഖണ്ഡ് ഇസ് ഓൾറെഡി ആ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ആൻഡ് നൈനിറ്റാൾ ഇസ് എ ക്യൂട്ട് ടൗൺ ഇൻ ദാറ്റ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. എന്നിട്ട് ഫസ്റ്റ് ഞാൻ തള്ളിത്താൾ മാർക്കറ്റിനുള്ളിൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു മസ്റ്റ് ട്രൈ എന്ന് ഞാൻ കേട്ട ബോൾ മിഠായി ട്രൈ ചെയ്യാനായിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് കട്ടിയൊക്കെ ഉള്ളതായിട്ട് തോന്നി. പക്ഷേ ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി. അതിനുശേഷം മോൾ റോഡിൽ ഇങ്ങനെ കുറേ പിക്ചർ പെർഫെക്റ്റ് പ്ലേസസിൽ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങനെ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയായിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻസൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു ലൈബ്രറിയാണ് അവിടുത്തെ. അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് റൂൾസ് എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള ബാർഗെയിനിങ്ങും കാര്യങ്ങളുമില്ല. ക്യാബ് ആയിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ, എല്ലാത്തിനും പ്രോപ്പർ ടിക്കറ്റിങ്ങും പ്രൈസും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് എല്ലാം പ്രോപ്പറായിട്ട് റെഗുലേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അവിടുത്തെ വ്യൂ ആയിക്കോട്ടെ, സ്ട്രീറ്റ്സ് ആയിക്കോട്ടെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, ആൾക്കാർ, അവരുടെ സ്റ്റൈലിംഗ് എല്ലാം കാണുമ്പോൾ നമുക്ക് വേറെ ഏതോ ഒരു രാജ്യത്തെത്തിയൊരു ഫീലൊക്കെയാണ് തോന്നുന്നത്. ഭയങ്കര അടിപൊളി ടൗൺ എന്ന് വെച്ചാൽ അടിപൊളി ടൗൺ. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു നൈനിറ്റാളുണ്ട്, അങ്ങനെയേ അല്ലായിരുന്നു. എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ തെറ്റിക്കുന്ന രീതിയിൽ ഒരു ഇതായിരുന്നു. പക്ഷേ ഭയങ്കര ക്യൂട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റി ഓഫ് ലവ് എന്ന് തന്നെ പറയാം. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ സൈഡിൽ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഷോപ്പിംഗ് എല്ലാം ചെയ്തിങ്ങനെ നടന്ന് ഈ മോൾ റോഡിൽ കൂടെ വെറുതെ ഇങ്ങനെ നടക്കുന്നത് തന്നെ അത്രയും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര ഒരു വൈബുള്ള ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഇനി ഇവിടുന്ന് ഒരു ലെഫ്റ്റിലേക്ക് ഒരു ടിബറ്റൻ മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഈ ടിബറ്റൻ മാർക്കറ്റിൽ പോയി കുറച്ച് മസ്റ്റ് ട്രൈ ഫുഡ്സൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മോൾ റോഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കിങ്ങനെ ഒരു ബോട്ട് ക്ലബ്ബ് കാണാനായിട്ട് സാധിക്കും. ഈ ബോട്ട് ക്ലബ്ബിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഉള്ളിലൂടെ നടക്കുമ്പോൾ ഇതെല്ലാം ഒരു ലേക്കിനെ ചുറ്റിയാണ് ഈ ഒരു ടൗൺ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ടിബറ്റൻ മാർക്കറ്റിൽ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് എന്തായാലും കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിബറ്റൻ മാർക്കറ്റ്. ഇടയ്ക്ക് കുറച്ച് ഷോപ്പിങ്സൊക്കെ നടത്തുന്നുണ്ട്. അതിന് ശേഷം അവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടുത്തെ ഒരു മസ്റ്റ് ഐറ്റമായിട്ടുള്ള തുപ്കയാണ് ട്രൈ ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് 90 rupees ഫോർ വെജ് തുപ്ക. നമ്മുടെ ഒരു നൂഡിൽസിൻ്റെ ഒക്കെ ഒരു പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി ആക്ച്വലി. അപ്പോൾ എനിക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് പനിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. ആൻഡ് ഇവർ ഇതിൻ്റെ കൂടെ ഒരു സൂപ്പും കൂടെ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വെജ് തുപ്ക ആയതുകൊണ്ട് കോൺ സൂപ്പായിരുന്നു. ആൻഡ് ഈ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു ചൂടോടെ ആ തണുപ്പത്ത് ആ സൂപ്പ് ഇങ്ങനെ കുടിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ അവിടുത്തെ ഒരു വെജ് ഫ്രൈഡ് മോമോസ് ട്രൈ ചെയ്തു. അതെനിക്ക് അത്രയ്ക്കോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഒരു നോർമൽ മോമോസിൻ്റെ ഒരു ടേസ്റ്റേ തോന്നിയുള്ളൂ. കുഴപ്പമില്ല. പക്ഷേ പിന്നീട് അവിടുന്ന് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ചോക്ലേറ്റ് കോഫി. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ തുപ്കയും ചോക്ലേറ്റ് കോഫിയൊക്കെ സത്യം പറഞ്ഞാൽ പിറ്റേന്ന് ഒന്നുകൂടി വന്ന് കുടിച്ചു. അപ്പോൾ ഇതെല്ലാം കുടിച്ച് ഇന്ന് പോയി കിടന്ന് ഉറങ്ങി. അതാണ് ഇന്നത്തെ ഒരു പരിപാടി. നെക്സ്റ്റ് ഡേ 2 രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പനിയൊക്കെ ഒന്ന് കൂടിയോണ്ട് എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതി. അങ്ങനെ ഞാൻ നേരെ പോയി ഒരു പനീർ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. പക്ഷേ പനി ആയതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ, എനിക്ക് ടേസ്റ്റ് ഒന്നും അറിയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള റോപ്പ് വേയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം ഒക്കെ അടിപൊളിയാണ്. ആൻഡ് ഇവിടുത്തെ മിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലെയും എൻട്രി ഫീസൊക്കെ വളരെ കുറവാണ്. ഫുഡിനായാലും ഒക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല. എൻ്റെ എക്സ്പെക്റ്റേഷനിൽ നൈനിറ്റാൾ ഒരു എക്സ്പെൻസീവ് സിറ്റി എന്നായിരുന്നു. പക്ഷേ അതൊന്നും അല്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ മോൾ റോഡിൽ ലെഫ്റ്റ് എടുക്കുമ്പോൾ ബോട്ട് ക്ലബ്ബ് ആൻഡ് ടിബറ്റൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെ റൈറ്റിൽ ചെറിയ ഇങ്ങനത്തെ ഒരു പാത്തുണ്ട്. ഈ പാത്തിലൂടെ പോകുമ്പോഴാണ് ഈ റോപ്പ് വേ. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കേബിൾ കാർ ഇങ്ങനെ മുകളിലൂടെ പോകുന്നത് കാണാൻ പറ്റും.
ആൻഡ് അവിടുത്തെ ടിക്കറ്റ് പ്രൈസും ഐ തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് 380 സംതിങ് പെർ പേഴ്സൺ. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ വന്ന സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല, ഞാൻ രാവിലെ എത്തിയിരുന്നു, അതുകൊണ്ടായിരിക്കും ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എംപ്റ്റി, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മളവിടെ ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ട്. കാര്യം ഓരോരുത്തർക്ക് ഓരോ സ്ലോട്ട് ടൈം ഉണ്ട്. ആ സ്ലോട്ടിനനുസരിച്ചാണ് നമ്മുടെ കേബിൾ കാർ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മുടെ സ്ലോട്ട് പ്രകാരമുള്ള കേബിൾ കാർ നമ്മൾ പോകും. ആ സെയിം കേബിൾ കാറിലാണ് നമ്മൾ 1 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. ആൻഡ് ഇതായിരുന്നു കേബിൾ കാർ എന്നുള്ള വ്യൂ. കേബിൾ കാറിൽ സിറ്റിംഗ് അല്ല, നമ്മൾ നിന്നാണ് പോകുന്നത്. അയ്യോ, ഇതൊന്നും നമുക്ക് ക്യാമറയിലോ ഫോണിലോ ഒന്നും പകർത്തി ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്ന ഒന്നേയല്ല, നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് പോയി കാണണം. അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ളൊരു സ്ഥലവും ഭംഗിയുള്ള വ്യൂസും. ഞാൻ പോയിട്ടുള്ള ട്രിപ്സുകൾ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്സ് എന്ന് പറയാവുന്ന ഒന്നാണ് നൈനിറ്റാൾ ട്രിപ്പ്. ആൻഡ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു മൗണ്ട് കൈലാഷ് വ്യൂ എന്നും പറഞ്ഞിട്ടൊരു കുറച്ച് നമ്മളൊരു ടോപ്പിലേക്ക് ഹൈക്ക് ചെയ്ത് പോകണം. ആൻഡ് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഹിമാലയാസ്, മൗണ്ട് കൈലാഷ് ഇതൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. കുറേ പർവ്വതങ്ങൾ നമുക്ക് കാണാം. ആൻഡ് ഇറ്റ് വാസ് വെരി കോൾഡ് ഔട്ട് ദേ. അതിന് ശേഷം ഞാനിങ്ങനെ അതുവഴിയൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പോഴാണ് കുറച്ച് ആൾക്കൂട്ടം കണ്ടത്. അപ്പോൾ അതെന്താണെന്ന് തിരക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഓൾറെഡി കേബിൾ കാറിൽ പോയി ഒരു ടോപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇനിയും ഈ ടവറിൽ കയറി 360 ഡിഗ്രിയിൽ ഇനിയും ടോപ്പിൽ പോയി നമുക്ക് വ്യൂ കാണാൻ പറ്റും എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ജസ്റ്റ് 100 റുപ്പീസ്. ആൻഡ് അത് ഭയങ്കര ഒരു വർത്തി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ കേബിൾ കാറിൽ ടോപ്പിലെത്തിയാലും ഇനി ഇതിൽ കൂടുതൽ എന്താണെന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് അത്രയും അടിപൊളി വ്യൂസാണ്. മസ്റ്റായിട്ട് 100 റുപ്പീസിന് വർത്തിയായിട്ടുള്ള കണ്ടിരിക്കേണ്ട ഒരു വ്യൂ ആണ്. ഈ കാണുന്ന പർവ്വതങ്ങൾ ഏതൊക്കെയാണ് മൗണ്ട് കൈലാഷ്, ഹിമാലയാസ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ 360 ഡിഗ്രിയിൽ ടവർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ കേബിൾ കാറിൻ്റെ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് ഈ ഡൈനോസർ പാർക്കിൻ്റെ ടിക്കറ്റും. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പാർക്കാണ്. ആൻഡ് അവിടെ ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ ഡിനോസറിൻ്റെ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ വരും. എന്നിട്ട് പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് ചാടിയൊക്കെ വരും. നമ്മൾ കുറച്ച് പേടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് സാധനം. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിന് ശേഷം ഇതെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. എല്ലാം ഷോപ്പ് ചെയ്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്കിനും അതാ പോകുന്നു നമ്മുടെ കേബിൾ കാർ. ഞങ്ങൾ തിരിച്ചു കൊണ്ട കേബിൾ കാർ നമുക്ക് മിസ്സായിരിക്കുകയാണ് സക്സസ്ഫുള്ളി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അടുത്ത കേബിൾ കാർ വന്നിട്ടാണ് നമ്മൾ താഴേക്ക് പോയത്. ആൻഡ് താഴോട്ട് പോകുമ്പോഴായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യൂസൊന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. നമുക്ക് ആ ലേക്കും അതിൻ്റെ സൈഡിൽ ആ ഗ്രൗണ്ടും ഈ മോസ്ക്, ഗുരുദ്വാര, നൈനാദേവി ടെമ്പിൾ എല്ലാം നമുക്കിങ്ങനെ മുകളിൽ നിന്ന് കാണാനായിട്ട് പറ്റും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മുകളിൽ ചെന്നിട്ടുള്ള ആ ടവറും മസ്റ്റായിട്ട് കാണണം. കാര്യം അവിടെ നിന്നൊക്കെ ഉള്ള വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ലേക്കും മലകളും വ്യൂ ഒക്കെ എന്തൊരു ഭംഗിയാണ്. അതെല്ലാം കഴിഞ്ഞ് താഴെ എത്തിയിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിലിരുന്ന് ഈ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ഈ 360 ഡിഗ്രിയിൽ ഇങ്ങനെ നൈനിറ്റാളിൻ്റെ ബ്യൂട്ടി നോക്കുമായിരുന്നു. മലകളും അതിലെ ബിൽഡിങ്സും അതിലേക്ക് സൺലൈറ്റ് അടിക്കുമ്പോഴൊരു ഭംഗിയും മെസ്മറൈസിങ്. അതിനുശേഷം നമ്മൾ വീണ്ടും ടിബറ്റൻ മാർക്കറ്റിൽ പോയി. അവിടെ ഒരു തിയേറ്റർ ഒരെണ്ണമാണ് ഞാൻ കണ്ടത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ കഫേ, ഞാൻ ഇന്നലെ പോയ കഫേ. ആ കഫേയിൽ ഇന്നും പോയി കുറച്ച് വെറൈറ്റി ഐറ്റംസ് കൂടെ ട്രൈ ചെയ്യാമെന്ന് കരുതി. അവരുടെ ഒരു സ്പെഷ്യൽ മഡ്ക പിസ്സ ഉണ്ടായിരുന്നു, കുറച്ച് ചീസി ആയിട്ടുള്ളത്. ആൻഡ് എനിക്കത് നമ്മുടെ ചക്ക വളിച്ചതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഈ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് കോൾഡ് കോഫി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മൾ തണുപ്പത്തൊരു തണുത്ത ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ഒരു സുഖം. പിന്നെ അത് കഴിഞ്ഞ് നേരെ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുത്തെ മേജറായിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും വളരെ അടുത്തടുത്ത് 2 to 3 കിലോമീറ്റേഴ്സാണ്. നമുക്ക് 300 to 500 റേഞ്ചിൽ സ്കൂട്ടർ റെൻ്റ് ഔട്ട് ചെയ്യാൻ കിട്ടുമെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നടന്നു പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അതിനുശേഷം ഈ നൈറ്റ് വ്യൂ നോക്ക്, ഈ മലകളും അതിലെ ബിൽഡിങ്ങുകളുടെ ലൈറ്റ്സ്, അത് ലേക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ള ഭംഗി, ഇതൊക്കെ കണ്ട് ഈ മോൾ റോഡിൽ കൂടി ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ നോക്കും, ഒരു ഐ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റൊക്കെ നോക്കും, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഗുരുദ്വാരയുടെയും നയനാദേവി ടെമ്പിളിൻ്റെ അടുത്താണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇന്നല്ല വരുന്നത്, നമുക്ക് നാളെ രാവിലെ വരാം. ബൈ.